നമസ്കാരം. നാളെ കേരളത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. കോൺഗ്രസിന് ഇന്നിപ്പോൾ 63 സീറ്റ് നിലവിലുണ്ട്. ഇതിൻ്റെ പകുതി പോലും ജനങ്ങൾ നൽകില്ല എന്നുള്ളത് ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും. കാരണം ആ രീതിയിലുള്ള വിശ്വാസ വഞ്ചനയാണ് ജനങ്ങളോട് കോൺഗ്രസ് നേതൃത്വം, വിശേഷിച്ചും ഹൈക്കമാൻഡും കാണിച്ചിരിക്കുന്നത്. കാരണം കേരളത്തിലെ ജനത ഈ UDF നൽകിയ ഒരു സമ്മതിദാന അവകാശം, അതല്ലെങ്കിൽ ഒരു വിധി എന്ന് പറയുന്നത് ഒരു ജനായത്ത സംസ്കാരത്തിൽ പാലിക്കപ്പെടേണ്ട മര്യാദകൾ പാലിക്കാതെ കാണിക്കാവുന്ന എല്ലാ വൃത്തികേടുകളും കാണിച്ചതിനെതിരെയുള്ള ഒരു സാംസ്കാരികമായ പ്രതികരണമായിട്ടാണ് 102 സീറ്റ് ഒരു താലത്തിൽ എന്ന പോലെ കേരളീയ ജനത വമ്പിച്ച ഭൂരിപക്ഷത്തോടെ UDF ഏൽപ്പിച്ചത്. അതായത് 19 ലക്ഷം വോട്ടാണ് LDF നിന്നും UDF അധികമായി ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ 99 സീറ്റുമായിട്ട് LDF അധികാരത്തിൽ വന്നപ്പോൾ UDF 12 ലക്ഷം വോട്ടായിരുന്നു LDF കൂടുതലുണ്ടായിരുന്നത്. അതിനു തൊട്ട് മുമ്പ് ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നപ്പോൾ 1 ലക്ഷത്തിലേറെ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് LDF UDF തമ്മിൽ ഉണ്ടായിരുന്ന വ്യത്യാസം. ഇപ്പോൾ 19 ലക്ഷം വോട്ട്. അതിൻ്റെ അർത്ഥം കേരളത്തിൽ ജനങ്ങൾ വർഗീയമായിട്ടോ മതപരമായിട്ടോ യാതൊരുവിധ സങ്കുചിത തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലോ ആയിരുന്നില്ല വോട്ട് ചെയ്തത്. മറിച്ച് ചില മാന്യതകൾ അല്ലെങ്കിൽ മര്യാദകൾ, ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ, ഒരു പരിഷ്കൃത സമൂഹത്തിൽ അധികാരത്തിലിരിക്കുന്നവരും അതല്ലെങ്കിൽ പൊതുവെ മനുഷ്യർ അവരുടെ പെരുമാറ്റത്തിൽ പോലും പാലിക്കേണ്ട ചില പൊതു സ്വഭാവങ്ങളും സംസ്കാരവുമുണ്ട്. ആ സംസ്കാര രാഹിത്യത്തിനെതിരെയാണ് LDF ജനങ്ങൾ ഈ വിധിയെഴുത്ത് നടത്തിയത്. അതിനെ വളരെ മോശമായ രീതിയിൽ പരസ്യമായി ജനങ്ങളെ ആക്ഷേപിക്കുന്നതിനും വെല്ലുവിളിക്കുന്നതിനും ജനങ്ങളുടെ നേരെ നിന്ന് കൊഞ്ഞനം കുത്തുന്നതിനുമാണ് കോൺഗ്രസ് നേതൃത്വം അത് വിനിയോഗിച്ചത് എന്ന് കാണുമ്പോഴാണ് ഈ വരാൻ പോകുന്ന സർക്കാരിനെ കുറിച്ചുള്ള പ്രതീക്ഷ സാധാരണ ജനങ്ങളിൽ അപ്രത്യക്ഷമാവുകയും അപ്രസക്തമാവുകയും ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും വ്യക്തമായി ഒരു ഭൂരിപക്ഷം അതല്ലെങ്കിൽ ഒരു ജനവിധി ഇത്രയും 19 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി UDF ഏൽപ്പിക്കുമ്പോൾ എന്താണ് അതിലെ ജനഹിതം എന്ന് ഒരു പാർട്ടിയുടെ നേതൃത്വത്തിന് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല എങ്കിൽ ആ നേതൃത്വത്തിന്റെ ശേഷിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെയും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിന്റെയും, വിശേഷിച്ചും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ. കാരണം ഇവിടെ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് യഥാർത്ഥത്തിൽ ഇത്രയും ആശയക്കുഴപ്പങ്ങളും വൃത്തികേടുകൾക്കും, ഏത് വൃത്തികേടുകൾക്കെതിരെയാണോ UDF വോട്ട് ലഭിച്ചത് അതിനേക്കാൾ ഒരുപക്ഷെ LDF കാലത്ത് ഈ കഴിഞ്ഞ 10 വർഷം ജനങ്ങൾ നേരിട്ട ആ വൃത്തികേടുകളിനേക്കാൾ വലിയ വൃത്തികേടുകളിലേക്ക് പോകുന്നതിന്റെ സൂചനയാണ്. ഒരുപക്ഷെ അതിനേക്കാൾ മോശപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസിൽ അരങ്ങേറിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞകാല സ്വഭാവത്തിന്റെ ആവർത്തനമാണ്. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടത് കഴിഞ്ഞകാല ദുസ്വഭാവങ്ങളെ, ദുശീലങ്ങളെ ഒക്കെ ഒരു പരിധിവരെ മാറ്റി നിർത്തി UDF ഒരു ടീം UDF ആക്കിയിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. മാത്രവുമല്ല, വ്യക്തമായ ഒരു ദിശാബോധത്തോടു കൂടി നയിക്കപ്പെട്ട ഒരു പ്രതിപക്ഷവുമായിരുന്നു. അതിനു മുമ്പെല്ലാം സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തമ്മിലടിയും ബഹളവും പൊട്ടിത്തെറിയും വിമതശല്യവും ഒക്കെ ആയിട്ടായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒടുവിൽ വന്നിരുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായാൽ കഴിഞ്ഞാൽ പോലും പല മണ്ഡലങ്ങളിലും സൗഹൃദ മത്സരങ്ങളും വിവിധ സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടാവുക പതിവായിരുന്നു. എന്നാൽ ഇക്കുറി വളരെ സുശക്തമായ രീതിയിൽ, സുസംഘടിതമായ രീതിയിലാണ് അത് സംഭവിച്ചത്. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന കരുണാകരനും ആന്റണിയും തുടക്കം കുറിച്ച് അവർ വികസിപ്പിച്ചെടുത്ത് വിവിധ ഗ്രൂപ്പുകളുണ്ടായി. ഗ്രൂപ്പിസം കൊണ്ട് നിറഞ്ഞ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആ ഗ്രൂപ്പുകളെല്ലാം മാറ്റിവെച്ചിട്ട് ഒരു പുതിയ സംസ്കാരത്തിന്റെ തുടക്കം എന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ സ്വഭാവത്തെയും ആ രീതിയെയും നടത്തിപ്പിനെയും ഒക്കെ കേരള ജനത കണ്ടതെന്നുള്ളതാണ്. അതിനെല്ലാം കടകവിരുദ്ധമായിട്ട് വീണ്ടും തങ്ങളുടെ സ്വഭാവം പഴയത് തന്നെയാണെന്ന് ആവർത്തിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ചിട്ട് ഈ കോൺഗ്രസ് ഹൈക്കമാൻഡ് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം പ്രകടമാക്കിയത്. കേരളത്തിൽ വളരെ സുവ്യക്തമാണ് ഏത് മുന്നണിക്കാണ് വോട്ട് നൽകിയത്. ഒരു മുന്നണിയെ എപ്പോഴും അത് നയിക്കുന്നതിനൊരു വ്യക്തി ഉണ്ടാവും.
ആ നയിക്കുന്ന വ്യക്തിയെയും കൂടി കണക്കിലെടുത്ത് തന്നെയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. കാര്യം ആ നയിക്കുന്ന വ്യക്തിയിലുള്ള വിശ്വാസ്യത കൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ ഈ 102 സീറ്റ് നൽകി UDF-നെ അധികാരത്തിൽ ഏൽക്കാൻ സമ്മതം നൽകിയിരിക്കുന്നത്. അതിനെതിരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ ഗവൺമെന്റിൽ നിന്ന് നമുക്കിനി ന്യായയുക്തമായിട്ട് എന്താണ് പ്രതീക്ഷിക്കാൻ കഴിയുക. തെരഞ്ഞെടുപ്പിന് മുൻപ് നാം കണ്ടതാണ് സകലവിധ വർഗീയ കോമരങ്ങളും മത വിദ്വേഷം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സമുദായത്തിന്റെ പേരിലാണെങ്കിലും അല്ലെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഒക്കെ മതത്തിന്റെയും വർഗീയതയുടെയും ഒക്കെ പേരിൽ എല്ലാവിധ അശ്ലീല സമമായ രീതിയിലുള്ള സമൂഹത്തെ വിരുദ്ധ ദിശയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഭിന്നത ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവണതകൾ പ്രകടമാക്കിയത്. ഭൂരിപക്ഷ ഏകീകരണം ഉണ്ടാകും, ന്യൂനപക്ഷ ഏകീകരണം മറുഭാഗത്തുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രവചനങ്ങളുടെ മധ്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു ഇത്തരം വർഗീയതകൾക്കൊക്കെ അപ്പുറം സാധാരണ ജനങ്ങൾ, മനുഷ്യന്റെ സംസ്കാരത്തിൽ അഭിമാനിക്കുന്ന സാധാരണ ജനങ്ങൾ, അവരുടെ വോട്ടാണ്. അതുകൊണ്ടാണ് ഈ 19 ലക്ഷം വോട്ടിന്റെ വ്യത്യാസം UDF-ഉം LDF-ഉം തമ്മിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത ഒരു കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന്, ആ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിൽ നിന്ന് എങ്ങനെയാണ് സാധാരണമായ ഒരു നീതിയുക്തമായ ഒരു ഭരണം കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക? ഒരു കാര്യം വളരെ ഉറപ്പാണ്, ജനങ്ങൾ അർപ്പിച്ച പ്രതീക്ഷ ഇതിലൂടെ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് അത് യുക്തമായ രീതിയിൽ തിരുത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ദുരന്തമായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അത് കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല, കേരളത്തിന്റെ പൊതുജീവിതത്തിനും രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പൊതുമാറ്റത്തിനും അത് വഴിവെക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വിശേഷിച്ചും കേരളത്തിൽ CPM ഒരു തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് വെറും വ്യക്തികളുടെ, ഇപ്പോൾ കോൺഗ്രസിൽ കണ്ട മുഖ്യമന്ത്രി ആരെ എന്ന് തീരുമാനിക്കാനുള്ള ആ ഒരു ആർത്തിയും തമ്മിലടിയും ഒക്കെ സൂചിപ്പിക്കുന്നത് ഒരു സംസ്ഥാനത്തെ ജനതയെ കണക്കിലെടുക്കാതെ വ്യക്തികളുടെ ആർത്തിയാണ്, അധികാരത്തിനോടുള്ള ആർത്തി കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ ആർത്തികളുള്ള വ്യക്തി, അധികാരത്തിനോട് അമിത ആർത്തിയുള്ള വ്യക്തികൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, അവരുടെ പരിഗണന എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഈ പറഞ്ഞതുപോലുള്ള ആ ശിഥില ശക്തികൾ, ഏതെല്ലാം ശക്തികളുണ്ടോ അതൊക്കെ സജീവമായി പൊന്തി വരും എന്നുള്ളതിലും യാതൊരു സംശയവുമില്ല.